ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഈ നാലാമത്തത്. സമാന്തര ശ്രേണിയിലെ 5-ാം പദം 16ഉം 8-ാം പദം 25 ആയാൽ പൊതുവ്യത്യാസം എത്ര? അതായത് രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം കാണാനാണ്. അപ്പോൾ ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5-ാം പദം 16, 8-ാം പദം 25, ഡി എത്ര? അപ്പോൾ ഡിയുടെ ഇക്വേഷൻ ഇതാണ്, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ന പദങ്ങൾ ഇത് കുറയ്ക്കുക, അതായത് x8 മൈനസ് x5 ബൈ ആ എക്സ് ഒഴിവാക്കിയിട്ട് 8 മൈനസ് 5 എന്ന് എഴുതി കൊടുക്കുക. ഇതാണ് പദങ്ങളുടെ വ്യത്യാസം, ഇതവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം. അപ്പോൾ x8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മൈനസ് x5 എന്ന് പറഞ്ഞാൽ 16 ബൈ 8 മൈനസ് 5 3. 25 മൈനസ് 16 പറഞ്ഞാൽ 9 ബൈ 3, 9 ബൈ 3 3, ഇത്രയേ ഉള്ളൂ. ഓക്കെ, 9 ഹരിക്കണം 3 3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പൊതുവ്യത്യാസം കാണുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ പദം 15ഉം പൊതുവ്യത്യാസം -4 ആയ സമാന്തര ശ്രേണിയിലെ അടുത്ത രണ്ട് പദങ്ങൾ എഴുതുക. ആദ്യ പദം 15, പൊതുവ്യത്യാസം -4. അപ്പോൾ അടുത്ത പദങ്ങൾ എളുപ്പമാണ് ചെയ്യാൻ. ഇതിപ്പോൾ അത് x1 ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ f ആണ് തന്നിട്ടുള്ളത്. അടുത്ത പദം x2 അല്ലേ, എഫിൻ്റെ കൂടെ ഡി കൂട്ടുക, അതാണ് രണ്ടാമത്തെ പദം. ആദ്യ പദത്തിൻ്റെ കൂടെ ഡി കൂട്ടിയാൽ രണ്ടാം പദം കിട്ടുമല്ലോ. അപ്പോൾ 15 പ്ലസ് -4. ഇവിടെ നമ്മൾ കൂട്ടുകയല്ല കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഡി എന്ന് പറഞ്ഞാൽ -4 ആയതുകൊണ്ട്. അപ്പോൾ 15 മൈനസ് 4 എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസ് ആവും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 15 മൈനസ് 4 11. ഇനി അടുത്ത പദം x3. x3 പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം പദത്തിൻ്റെ കൂടെ പിന്നെയും ഡി കൂട്ടുക. രണ്ടാം പദത്തിൻ്റെ കൂടെ ഡി കൂട്ടിയാൽ മൂന്നാം പദം കിട്ടും. രണ്ടാം പദം എന്താ 11 പ്ലസ് -4, അത് പിന്നെയും 4 കുറയ്ക്കുക അല്ലേ. 11 മൈനസ് 4 പറഞ്ഞാൽ 7. അപ്പോൾ അടുത്ത രണ്ട് പദങ്ങൾ 11 7 ആയിരിക്കും. ഇത് എളുപ്പത്തിൽ എഴുതി പോവാം. ആദ്യ പദം 15, പിന്നെ ഡി എന്ന് പറഞ്ഞാൽ -4 അല്ലേ, അതായത് കുറഞ്ഞ് വരിക. അപ്പോൾ 4 കുറച്ചാൽ 15, 4 കുറച്ചാൽ 11, പിന്നെയും 4 കുറച്ചാൽ 7, പിന്നെയും 4 കുറച്ചാൽ 3, അങ്ങനെ എഴുതി പോവാം. അതാണ് അടുത്ത രണ്ട് പദങ്ങൾ. ഇനിയും ടേമുകൾ എഴുതാം.